BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് കേരള BJP-യിൽ വൻ അഴിച്ചുപണിക്ക് വഴിയൊരുങ്ങുന്നതായി റിപ്പോർട്ട്. പാർട്ടിയിലെ പ്രധാന ഭാരവാഹികൾ ഉൾപ്പെടെ അഴിമതി ആരോപണങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന അധ്യക്ഷൻ നടപടികൾ ആരംഭിച്ചെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കേന്ദ്ര നേതൃത്വം നൽകുന്ന കോടികൾ ലഭിക്കാൻ വൈകിയ സാഹചര്യം മുതലെടുത്ത പാർട്ടിയിലെ ചില നേതാക്കൾ തന്നെ ഒരു തട്ടിക്കൂട്ട് സ്വകാര്യ കമ്പനി രൂപീകരിച്ച് കരാറിൽ നൽകുകയായിരുന്നു. ഈ ഇടപാടിലൂടെ ഒരു സംസ്ഥാന സെക്രട്ടറിയും യുവമോർച്ച നേതാവും ചേർന്ന 54 ലക്ഷം രൂപ കമ്മീഷനായി കൈപ്പറ്റിയെന്ന് പാർട്ടി ട്രഷറർ വിവരം ലഭിച്ചിരുന്നു. അതേസമയം കേന്ദ്രം അയച്ച കോടികൾ ഉപയോഗിക്കാതെ പാർട്ടി ഓഫീസിൽ കെട്ടിക്കിടക്കുകയാണ്. ഹെലികോപ്റ്റർ, വാഹന വാടക ഇനങ്ങളിലും ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നതായി റിപ്പോർട്ടിലുണ്ട്. പ്രചാരണത്തിനായി 3 ഹെലികോപ്റ്ററുകൾ 136 മണിക്കൂർ പറക്കാൻ കരാർ നൽകിയെങ്കിലും ആകെ ഉപയോഗിച്ചത് 42 മണിക്കൂർ മാത്രമാണ്. ഇതിനു പുറമെ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി വാടകയ്ക്കെടുത്ത 200 കാറുകളിൽ പകുതി പോലും ഉപയോഗിക്കാതെ തന്നെ ട്രിപ്പ് ഷീറ്റുകളിൽ തിരിമറി നടത്തി 1 കോടിയോളം രൂപ തട്ടിയെടുത്തതായും പാർട്ടിക്കുള്ളിൽ പരാതി ഉയർന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പരസ്യങ്ങൾക്കായി കോടികൾ ചെലവഴിക്കുന്നതിലും പരാതി ഉയർന്നിട്ടുണ്ട്. അതേസമയം സാമ്പത്തിക ആരോപണങ്ങൾ നേരിടുന്ന സംസ്ഥാന സെക്രട്ടറി, മേഖലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം എന്നിവരെ നിലവിലെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന പുനഃസംഘടനയിൽ ഇവർക്ക് ഭാരവാഹിത്വം ഉണ്ടാകില്ല. കൂടാതെ തിരുവിതാംകൂർ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പയെടുത്ത് തിരിച്ചടക്കാത്ത മറ്റൊരു സംസ്ഥാന സെക്രട്ടറിക്കും സ്ഥാനം നഷ്ടമായേക്കും. വിവാദങ്ങൾ പുറത്തു വന്നതോടെ ഇവരെ സംരക്ഷിക്കുന്നവർക്കെതിരെയും പാർട്ടിക്കുള്ളിൽ പ്രതിഷേധം ശക്തമാണ്. അച്ചടക്ക നടപടികൾ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണെന്നും അത് പൊതു സമൂഹത്തെയോ മാധ്യമങ്ങളെയോ ബാധിക്കുന്ന ഒന്നല്ലെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാട്. എന്നാൽ ഗ്രൂപ്പ് പോര് അവസാനിപ്പിക്കാൻ എത്തിയ അധ്യക്ഷന് അദ്ദേഹത്തിന്റെ കാലയളവിൽ തന്നെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ക്രമക്കേടിൽ പങ്കുള്ളവരെ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കുമെന്ന വിവരം അദ്ദേഹം കോർ കമ്മിറ്റി അംഗങ്ങളെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.